ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം നിലവിലിപ്പോൾ ഇക്ര റിസർച്ചിലെ അദിതി നായറിൻ്റെ ഒരു വ്യൂ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ ബജറ്റിൽ നിലവിലിപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു വ്യൂ പോയിന്റാണ് അവർ നിലവിലിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അതായത് 2027 ഫൈനാൻഷ്യൽ ഇയറിൽ പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കേണ്ട ഒരാവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ എന്നൊരു കാര്യമാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ പേഴ്സണൽ ഇൻകം ടാക്സിൽ 2026 സാമ്പത്തിക വർഷത്തിൽ വലിയ രീതിയിലുള്ള ഒരു റിലീഫ് തന്നെയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ ഒരു ടാക്സ് നഷ്ടം ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട്. GST റേറ്റ് കട്ട് നടത്തുന്നത് വഴിയൊക്കെ തന്നെ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ വരുമാനത്തിൽ ഒരു കുറവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിലിപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ഒരു ടാക്സ് ബെനിഫിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3 ലക്ഷം കോടി രൂപയുടെ ഒരു ടാക്സ് ബെനിഫിറ്റ് നിലവിലിപ്പോൾ ഇൻകം ടാക്സ് ഇനത്തിൽ പരിശോധിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ GST സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ആളുകൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ യഥാർത്ഥ ഒരു ഗുണം നിലവിൽ ഇപ്പോൾ എക്കോണമിയിൽ ലഭിച്ചു തുടങ്ങിയിട്ടില്ല എന്നൊരു കാര്യം കൂടിയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.